എക്സ്ക്യൂസ് മീ, യെസ്, ഞങ്ങൾ മേഡത്തിന്റെ ആരാധകരാണ്. താങ്ക് യു. ഒരു വാക്ക് ഹൃദയത്തിൽ സൂക്ഷിക്കാൻ. ഷുവർ. ഹലോ, ദർശൻ ദാസ് ഹിയർ. മിസ്റ്റർ ദർശൻ ദാസ്, ഇന്ന് ഭാഗ്യം കൊണ്ട് നിങ്ങളുടെ മകൾ രക്ഷപ്പെട്ടു. ഹലോ ഹലോ, ഹൂ സ്പീക്കിംഗ്? ഞാൻ ആരാണെന്ന് നിങ്ങൾ അറിയണമെന്നില്ല. അവളെ രക്ഷപ്പെടുത്തിയവന്റെ കൈകൊണ്ട് എന്റെ കൂട്ടത്തിലൊരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. അതിനും ചേർത്തായിരിക്കും അവൾക്കുള്ള അടുത്തടി. നിങ്ങൾ ആരാണ്? എന്റെ മകൾക്ക് എന്ത് സംഭവിച്ചു? എനിക്കൊരിക്കലേ ഉന്നം പഴിക്കൂ. കണ്ടോളാം. സർ, എന്താ? ആരാണ്? മാഡത്തിന് എന്തെങ്കിലും? ആരാണെന്ന് പറഞ്ഞില്ല. മോളെ ആരോ കൊല്ലാൻ ശ്രമിച്ചു. പക്ഷേ ആരോ രക്ഷപ്പെടുത്തിയത്രേ. ഭീഷണി ആവർത്തിക്കായിരുന്നു ഫോണിൽ. സർ, സൂക്ഷിക്കണം. ആരാധകരോടൊപ്പം മാഡം ഒത്തിരി ശത്രുക്കളെയും സമ്പാദിച്ചിട്ടുണ്ട്. മോളെ, നീ എത്തിയോ? താങ്ക് ഗോഡ്. എന്താ സംഭവിച്ചത് മോളെ? ഡാഡി പറഞ്ഞത് ശരിയാണ്. ഈ സിറ്റി ഭരിക്കുന്നത് ക്രിമിനൽസ് ആണ്. വാട്ട് ഡു യു മീൻ? ശരിക്കും ഒരു ഗ്യാങ് വാർ. എന്താ മോനെ, എന്താ പറ്റിയത്? ഒന്നുമില്ല അമ്മേ. മോള് മടങ്ങി വരുമ്പോ സ്ട്രീറ്റിൽ ആരോ രണ്ടുപേര് തമ്മിൽ ഫൈറ്റ്, അത്രേ ഉള്ളൂ. എടോ കൃഷ്ണനുണ്ണി, തന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ മോള് പുറത്തു പോകുമ്പോ കൂടെ പോണമെന്ന്? അബദ്ധത്തിൽ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ? ഞാൻ നിർബന്ധിച്ചതാ. പ്രിയമോളെ സമ്മതിക്കണ്ടേ? അതിന് ഞാനായിരുന്നില്ലല്ലോ അവരുടെ ലക്ഷ്യം. എന്നാലും മാഡം ഒന്ന് കെയർഫുൾ ആകണം. ഇന്ത്യൻ ടെക്സ്റ്റൈൽ ഫീൽഡിലെ സെൻസേഷൻ ആണെന്ന് മാഡം. എന്റെ ദൈവമേ, ആദ്യ പിടിച്ചുപോയി. വാ മോളെ.
കൃഷ്ണനുണ്ണി, എന്റെ മകളുടെ നെഞ്ചിൽ തറക്കേണ്ടതാ ആ ബുള്ളറ്റ്. ഭാഗ്യത്തിന്റെ നൂലിഴ കൊണ്ട് അവളിന്ന് രക്ഷപ്പെട്ടു. ആ മൊറൈസാണ് ഇതിന്റെ പിന്നിൽ, സംശയമില്ല. എനിക്കാകെ ഭയമായിരിക്കുന്നു. അങ്ങ് സമാധാനമായിട്ടിരുന്നാട്ടെ, നമുക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം. ആ, ഒരു പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ടാലോ? അയ്യോ, അത് വേണ്ട. എപ്പോഴും പോലീസിന്റെയും തോക്കിന്റെയും വലയത്തിൽ പ്രിയമോൾക്കൊന്ന് സ്വതന്ത്രമായിട്ട് ശ്വസിക്കാൻ പോലും പറ്റില്ല. മാത്രവുമല്ല, പുതിയ ASP വിഷ്ണു മൊറൈസുമായിട്ട് വലിയ ചങ്ങാത്തത്തിലുമാണ്. കൃഷ്ണനുണ്ണി, എനിക്കുള്ളതെല്ലാം ഞാൻ വിട്ടുകൊടുക്കാം. എനിക്ക് എന്റെ മകളെ വേണം. അവളുടെ രക്ഷയ്ക്ക് വേണ്ടി ഞാനൊരു വഴി പറഞ്ഞുതരാം. എന്താണമ്മേ? അറ്റുപോയ കണ്ണി മുന്ന. ആ, അമ്മ പറഞ്ഞത് ശരിയാ. മുന്നേ ഇവിടെ എത്തിയിട്ടുണ്ട്. അത് വേണ്ടമ്മേ. എന്താ? മുന്നാബായി വിളമ്പുന്ന നന്ദികേടിന്റെ കഥയ്ക്ക് മുന്നിൽ എനിക്ക് മുഖമില്ല. സ്വന്തം മുഖത്തേക്കാൾ വലുത് മകളുടെ ജീവിതം തന്നെയാ. അത് നീ മറക്കണ്ട. മുന്ന, എത്ര കാലമായി തമ്മിൽ കണ്ടിട്ട്. നമുക്കിടയിൽ വർഷങ്ങളുടെ അകലം. മാപ്പ്. എനിക്ക് ഓടി വന്ന് നിങ്ങളെ കെട്ടിപ്പിടിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ഒറ്റക്കൈ എന്റെ പരുക്കൻ ശരീരം നിങ്ങൾക്ക് രുചിച്ചില്ലെങ്കിലോ? ഒന്നും മനസ്സിൽ വയ്ക്കരുത്. ഞങ്ങൾക്കിനി മുന്നേ ഉള്ളൂ. ഏണിപ്പടികൾ കയറി ഉയരങ്ങളിലെത്തിയപ്പോൾ മനഃപൂർവ്വം മറന്നു എന്ന് കരുതരുത്. പലതും ഓർക്കാതെയുള്ള ഒരു ഓട്ടപ്പന്തയമായിരുന്നു. വേണ്ട, നന്ദികേടിന്റെ ഉപ്പലിച്ച് ഇവിടെ മീറനാക്കണ്ട. എല്ലാവർക്കും എന്നും മുന്നേ ഉണ്ടായിരുന്നു. എനിക്ക് വേണ്ടപ്പോഴൊന്നും ആരും ഉണ്ടായില്ല. പക്ഷേ മുന്നേ മാറിയിട്ടില്ല. ഇപ്പൊ വന്ന് എന്തിനാണെന്ന് പറഞ്ഞാൽ മതി. എന്റെ മകളെ രക്ഷിക്കണം. പ്രിയമോളുടെ ജീവൻ അപകടത്തിലാണ്. മറുത്തൊന്നും പറയരുത്. അവളെ ഞാൻ അങ്ങോട്ട് ഏൽപ്പിക്കുന്നു. പകരം എനിക്കുള്ളതെല്ലാം ഞാൻ മുന്നാക്കി തരും. നമ്മുടെ കണക്ക് പുസ്തകത്തിൽ പ്രതിഫലത്തിന് താളുണ്ടോ? കൂലിക്ക് ഞാൻ ഒരിക്കലും യുദ്ധം ചെയ്തിട്ടില്ല. ഇല്ല, എങ്കിലും പറഞ്ഞുപോയി. അവൾക്ക് ചുറ്റും ഉറങ്ങാത്ത 2 കണ്ണുകൾ. അതെ. ബലി കൊടുത്ത ഈ കൈക്ക് പകരം ഞാൻ വളർത്തി വലുതാക്കിയ മറ്റൊരു കൈയുണ്ട്. ആ കൈ നിങ്ങളുടെ മകളുടെ രക്ഷയ്ക്കെത്തും. Can I keep these documents? Yes. You bring this file tomorrow, okay? Okay, ma'am. Shall I make a move? Okay, you can go. Good morning. Please get out. Get out from my car. Drive home. Daddy! Daddy! എന്താ മോളെ? Call the police. എന്ത് പറ്റി? ആ സ്ട്രീറ്റ് റൗഡി എന്നെ ഫോളോ ചെയ്യുന്നു. എയർപോർട്ടിൽ നിന്ന് വരുന്ന വഴി എന്റെ കോ ട്രാവലറെ കിഡ്നാപ്പ് ചെയ്തത് ഇയാളാണ്. ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ ദിവസം സ്ട്രീറ്റിലുണ്ടായ ഫൈറ്റ്. അതിന്റെയും ഹീറോ ഇയാൾ തന്നെയാണ്. ഡാഡ്, ഹാൻഡ് ഓവർ ഹിം ടു ദ പോലീസ്. ഞാൻ ഗൗതം, മുന്നാബായി അയച്ചാണ്. കൊള്ളാം, ഞങ്ങളെയൊക്കെ അങ്ങ് പേടിപ്പിച്ചു കളഞ്ഞല്ലോ. What
വാട്ട്സ് ഓൾ ദിസ് നോൺസെൻസ്? മോളെ ഇനി നമുക്ക് പേടിക്കാനില്ല. ഗൗതം, എന്തായിരുന്നു നാടകം? സോറി സർ. കാത്തു സൂക്ഷിക്കേണ്ട നിധിയുടെ കനമറിയാൻ കാവൽക്കാരനൊരു കൗതുകം. തുടക്കം ഒരല്പം നാടകീയമായിക്കോട്ടെ എന്ന് കരുതി. That's all right. പ്രിയ, ഇനി നിന്റെ രക്ഷ ഗൗതമിന്റെ കയ്യിലാണ്. ഈ സ്ട്രീറ്റ് ഫൈറ്ററിനെയാണോ ഡാഡി എന്റെ രക്ഷ ഏൽപ്പിക്കുന്നത്? ഡാഡി, ഐ ഫീൽ പിറ്റി ഫോർ യു. Don't talk rubbish. നിനക്കൊരു സെക്യൂരിറ്റി ആവശ്യമുണ്ട്. എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. പക്ഷേ നിനക്ക് ചുറ്റും നീ അറിയാതെ പലതും നടക്കുന്നുണ്ട്. അതിന്റെ ഗൗരവം ഞങ്ങൾ നിന്നെ അറിയിച്ചിട്ടില്ല. ഓക്കെ ഓക്കെ, പക്ഷേ ഇയാളെ എനിക്ക് എന്റെ ബോഡി ഗാർഡായി വേണ്ട. മോളെ, ഇത്തരം കാര്യങ്ങളിൽ ഡാഡിയും മുത്തശ്ശിയും എടുക്കുന്ന തീരുമാനങ്ങൾ മോൾ അനുസരിച്ചേ പറ്റൂ. എന്റെ ഗുരുവായൂരപ്പാ, മനസമാധാനത്തോടെ ഇനിയൊന്ന് ഉറങ്ങാമല്ലോ. ഐ കാൻ സ്റ്റാൻഡ് ഓൾ ദിസ് നോൺസെൻസ്. മോളെ പ്രിയ, ഇവൾക്ക് പകരം വെക്കാൻ എനിക്ക് ഇവൾ മാത്രമേ ഉള്ളൂ ഗൗതം. നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം. ഗൗതത്തിന് ഇവിടെ ഞങ്ങളോടൊപ്പം താമസിക്കാം. താങ്ക് യു. ബാബാ, അങ്ങനെ നോക്കാതെ വേണേ, കണ്ണു തട്ടും. ഓ, ഈ പാന്റും കോട്ടും സൂട്ടൊക്കെ ഇട്ടണ്ടേ ഇക്കയെ കാണാൻ എന്തൊരു ചന്തം. ആ, അങ്ങനെ ഒരുപാട് വേഷം കെട്ടാൻ വിധിക്കപ്പെട്ടവനാ മോളെ ഈ ഇക്ക. ഓ, പിന്നെയും തുടങ്ങി എനിക്ക് മനസ്സിലാവാത്ത ഇക്കയുടെ വാപ്പയുടെ ഓരോ ഭാഷകള്. നിനക്കൊന്നും മനസ്സിലാവില്ല. എനിക്കൊന്നും മനസ്സിലായില്ല ഇക്കയല്ലാതെ. ആ, വാപ്പയും കാതറും ഒക്കെ എവിടെ? എനിക്കറിയാം, ഇക്ക വിഷയം മാറ്റല്ലേ. ഡി മോളെ, വാപ്പയും കാതറും എവിടെ നിന്നാണ് ചോദിച്ചത്. മോനെ, ജോലി അപകടം പിടിച്ചതാണ്. പ്രിയയുടെ നേർക്ക് ഏത് നിമിഷവും പാഞ്ഞു വരാവുന്ന വെടിയുണ്ടാ നിന്റെ നെഞ്ച് തുളച്ച് കയറിയെന്ന് വന്നേക്കാം. പക്ഷെ ഈ ദൗത്യം ഒഴിവാക്കാൻ ഒക്കില്ല മോനെ. മൊറൈസിന്റെ തന്ത്രങ്ങളെ ഞാൻ അതിജീവിക്കും. അയ്യോ, ഇതുവരെ പോയില്ലേ? എങ്ങോട്ട്? പ്രിയമോള് പോയി കഴിഞ്ഞു ജോഗിങ്ങിന്. അത് കഴിഞ്ഞ് സ്വിമ്മിങ്, സ്റ്റീം ബാത്ത്. എനിക്ക് വയ്യ. അല്ല, നമ്മൾ ആരാണെന്ന് മനസ്സിലായില്ല. ദാ കുഴഞ്ഞു. ഞാൻ കൃഷ്ണനുണ്ണി, ടെക്സ്റ്റൈൽ ടൈക്കൂൺ ദർശൻ ദാസിന്റെ സെക്രട്ടറി കം PA കം ഫിലോസഫർ കം അഡ്വൈസർ കം 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 കം. ഓ, അപ്പൊ ഓൾ ഇൻ വൺ. ഇപ്പോഴാ എനിക്കൊരു സമാധാനമായത്. ആ മുഖത്തെ ഗൗരവം അറിയല്ലോ. പിന്നെ ഗൗതം, ഒന്നും തോന്നരുത്. പ്രിയമോള് ഒരു ഇത്തിരി ശാഠ്യക്കാരിയാ. അതുകൊണ്ട് ഒന്ന് തഞ്ചത്തിൽ നിന്നോണേ. ഓ, മെരുക്കാൻ എത്തുന്നവനെ ഏത് മൃഗവും ആദ്യം പുറങ്കാലം കൊണ്ടെന്ന് എറിയും. ഞാൻ മാനേജ് ചെയ്തോളാന്നേ. ആ, പിന്നെ പ്രിയമോളുടെ ടൈം ടേബിള് കൃത്യം 11 ഉണ്ടെങ്കിൽ ഓഫീസിൽ പോയിരിക്കും. 9 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ്, 8 മണിക്ക് ഡ്രസ്സിങ്, 7 മണിക്ക് കുളി. ഓ, അവിടെയും ഞാൻ വേണം. പിന്നെ പിന്നെ എന്തിനാ അവിടെ പോണേ? ആള് കൊള്ളാലോ, തമാശക്കാരൻ തന്നെ. ഇങ്ങനൊരാള് തന്നെയാണ് നമ്മുടെ പ്രിയമോൾക്ക് ആവശ്യം. സ്റ്റോപ്പ് പ്ലീസ്. What do you want? മാഡത്തിനെ ആരോ വാച്ച് ചെയ്യുന്നുണ്ട്. Never mind. എന്നെ നോക്കാൻ എനിക്കറിയാം. ഐ എം സോറി. നിങ്ങളുടെ രക്ഷ എന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഞാൻ തീരുമാനിക്കുന്നത് നിങ്ങൾ അനുസരിക്കേണ്ടി വരും. സ്റ്റോപ്പ് റൈഡിംഗ് ആൻഡ് കം. Shut up. It's none of your business. Leave me.
തൊടാൻ ഇത്രയ്ക്ക് ധൈര്യമോ? ഇതാണോ നിങ്ങളുടെ സംസ്കാരം? ഐ എം സോറി, മനഃപൂർവ്വമായിരുന്നില്ല. കാവൽക്കാരന് തൊടാം, കാത്തു സൂക്ഷിക്കാൻ. ടേക്ക് ദ കാർ. സുൽത്താനെ മോഹിപ്പിച്ച അറബിക്കഥയിലെ രാജകുമാരിയല്ലേ നീ? നിനക്കിവിടെ എന്ത് കാര്യം? ഇത് വീടല്ല, കമ്പനിയുമല്ല. അറിയാം. മൊറൈസ് ഗ്രൂപ്പ് ഓഫ് ടെക്സ്റ്റൈൽസിലെ ഒരു സാധാ ഗുമസ്തയ്ക്ക് എന്റെ ഡാഡി ഇഷ്ടദാനമായി കൊടുത്ത ബംഗ്ലാവാണിതെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. നീ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നേ? മനഃപൂർവ്വമാണ്. ഡാഡിയുടെ ജീവിതത്തിൽ ഒരു നീരാളിയെ പോലെ അള്ളിപ്പിടിച്ചിരിക്കുന്ന ഇവളുടെ സാന്നിധ്യത്തിൽ എനിക്കത് പറയണം. പറഞ്ഞു തൊലക്കടാ. തൊലഞ്ഞുകൊണ്ടിരിക്കുക. മൊറൈസ് ഗ്രൂപ്പ് ഓഫ് ടെക്സ്റ്റൈൽസിന്റെ പ്രോഡക്റ്റുകൾ വാങ്ങാൻ ആളില്ലാതെ മാർക്കറ്റിൽ കെട്ടിക്കിടക്കുന്നു. അതിനിടയിൽ പ്രിയദർശിനിയെ തോൽപ്പിക്കാൻ തുഗ്ലക്കിനെ പോലെ 20% ശമ്പളം വർദ്ധിപ്പിച്ചതിന്റെ ദുരന്തം. ഈ വർഷം കമ്പനിയുടെ നഷ്ടം ഭീമമായിരിക്കുമെന്ന് ഓഡിറ്റേഴ്സ് പറയുന്നു. ഇതൊന്നും ശ്രദ്ധിക്കാൻ ഡാഡിക്ക് സമയമില്ലല്ലോ. ഒന്നുകിൽ പ്രിയയുടെ തലയെടുക്കാനുള്ള തന്ത്രം, അല്ലെങ്കിൽ ഇഷ്ടക്കാരിയോടത്തുള്ള ഉല്ലാസം. ബിസിനസിന്റെ ത്രാസിൽ ലാഭവും നഷ്ടവും ഉണ്ടാവും. നീ എന്നെ പുതിയ ഉടനെ പട്ടികയൊന്നും പഠിപ്പിക്കണ്ട. പിന്നെ തന്ത എങ്ങനെ ഉല്ലസിക്കണമെന്ന് പറഞ്ഞു തരുന്ന ഒരു മകനെയും എനിക്ക് ആവശ്യമില്ല. ഡാഡിക്ക് ആരെയും ആവശ്യമില്ലല്ലോ. കാലത്തിനൊത്ത് പ്രൊഡക്ഷന്റെയും മാർക്കറ്റിംഗിന്റെയും തന്ത്രങ്ങൾ മാറ്റാനുള്ള എത്ര പ്രപ്പോസൽസ് ഞാൻ വച്ചു. ഡാഡിക്കും ഡാഡിയുടെ ഗുണ്ടകൾക്കും അതൊന്നും മനസ്സിലാവില്ല. എന്റെ തുണിമില്ലേ ഇനി അങ്ങ് അറബിക്കടലിൽ താണുപോയാലും എനിക്കൊന്നും സംഭവിക്കത്തില്ല. അതിനേക്കാൾ വിളതരുന്ന വിത്ത് ഞാൻ വേറെ വിതച്ചിട്ടുണ്ട്. പക്ഷെ ആ അണ്ടർഗ്രൗണ്ട് ബിസിനസ്സുകളിൽ നിന്ന് ഡാഡി കൊയ്തു കൂട്ടുന്നത് ദുരന്തങ്ങളായിരിക്കും. ഡാഡിക്ക് ചെറിയേക്കാൾ പ്രായമുണ്ട്, കൂടുതൽ പരിചയവും. അത് മറക്കണ്ട. എന്റെ ഡാഡിയുടെ പ്രായം നീ എന്നെ ഓർമ്മിപ്പിക്കുന്നോ? അതറിഞ്ഞിരിക്കേണ്ടവൾ നീയാ. എന്റെ വീട്ടിൽ അഴുക്ക് തൂത്ത് കറ പിടിച്ച കുറ്റിച്ചൂലുണ്ടോ? നിന്നെ അടിച്ചറക്കാം. അവനെ ഞാൻ എന്നെ ചൊല്ലി ആരും അംഗം വെട്ടണ്ട. ജനി ജനി